ഒരു കാലത്തും ഉണ്ടാവില്ല. അറബ് രാജ്യങ്ങൾ പാലസ്തീനു വേണ്ടി ഇറങ്ങാതെ ഇരുന്നത് കൊണ്ടാണ് അറ്റകൈ പ്രയോഗം എന്നുള്ള നിലയിൽ ഹമാസ് രംഗത്ത് വന്നതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാരണം അബ്രഹാമിക കരാറുകളുടെ പേരിൽ അമേരിക്കയുടെ ആശയമാണിത്. അമേരിക്ക ബ്രോക്കറേജ് ചെയ്ത ഒരുതരം റപ്രോഷ്മയാണ്, പീസാണ് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ, ജൂതരാജ്യവും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഒരു ബോണ്ട്. അത് അമേരിക്ക ഡിസൈൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വന്നപ്പോൾ ഇപ്പോൾ UAE അബ്രഹാമിക കരാർ ഒപ്പിട്ട് കഴിഞ്ഞു, ബഹ്റിൻ ഇസ്രായേലുമായി അബ്രഹാമിക കരാർ ഒപ്പിട്ടു, മൊറോക്കോ ഒപ്പിട്ടു, സൗദി അറേബ്യ അബ്രഹാമിൻ്റെ പേരിൽ ഏറ്റവും വലിയ അറബ് രാജ്യമായ സൗദി അറേബ്യ ജൂതരാജ്യവുമായി അബ്രഹാമിക കരാറ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യം ആര് നോക്കും? ഈ ഒരു ആധിയിൽ നിന്നുകൊണ്ടാണ് വളരെ അഭിശപ്തമായ ആ ദിനത്തിൽ ഒക്ടോബർ 7, 2023 ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പം ഹമാസ് ചെയ്തത് അപലപനീയമായ കാര്യമാണ്. പക്ഷേ ലോകം ഒരുപാട് മറന്നുകൊണ്ടിരുന്ന, പ്രത്യേകിച്ചും അറബി രാജ്യങ്ങൾ മറന്നുകൊണ്ടിരുന്ന പലസ്തീനിയൻ വിഷയം ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര ശ്രദ്ധയിൽ മാത്രമല്ല ഇസ്ലാമിക ലോകത്തിൻ്റെ മൊത്തം ശ്രദ്ധയിൽ ഒരു അർജന്റ് ആവശ്യമായി നിലനിർത്താൻ ഈ ഒരു ആക്രമണത്തിന് കഴിഞ്ഞു എന്നതാണ് ആ ആക്രമണത്തിൻ്റെ പോസിറ്റീവ് സൈഡ്. ആക്രമണം അപലപനീയമാണ്, പക്ഷേ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ പ്രശ്നപരിഹാരം എന്നതുണ്ടാവണമെങ്കിൽ ഈ ആക്രമണത്തിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം അവിടെ പുകയുന്ന ഒരു സംഘർഷമാണ്. വലിയ തോതിലുള്ള നീതി നിഷേധം സംഭവിക്കുന്നു രണ്ടു പക്ഷത്തും. ഒന്ന്, ഇസ്രായേലിനെതിരെ നിരന്തരമായ ആക്രമണം ഈ പല ഭാഗം ചുറ്റുപാട് നിന്നുകൊണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഒരു രാജ്യമെന്ന നിലയിൽ നിലനിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ആക്രമണമാണ് അത് പല ഭാഗത്തു നിന്നും. അതേപോലെ തന്നെ പലസ്തീനിയൻ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവിടെ അധിവസിച്ചിരുന്ന പാലസ്തീനിയൻ ജനത എങ്ങോട്ട് പോകും? അവർ അഭയാർത്ഥികളായി എത്ര കാലം ഈജിപ്തിലോ സിറിയയിലോ ടർക്കിയിലോ പോയി ജീവിക്കും? അവർക്ക് സ്വയംഭരണ അവകാശമുള്ള സ്വന്തം ഭൂമി ഉണ്ടാകണം. ആ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് പലപ്പോഴും രക്തപ്പുഴ ഒഴുക്കുന്നത്. അതുകൊണ്ട് പ്രാഥമികമായി ആ വിഷയത്തിലൊരു പരിഹാരം ഉണ്ടാവണം. ഇപ്പോൾ ഈ പാനലിസ്റ്റുകളെല്ലാം ഏതാണ്ട് ഒരേ സ്വരത്തിൽ പറയുന്നു, ഇപ്പോൾ സംഭവിക്കുന്നത് ഗാസയിലെ ഹമാസ് എന്ന സംഘടനയും ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രവും തമ്മിലുള്ള ഒരു കരാറാണ്. അവർ നേരിട്ടല്ല എന്നോർക്കണം. അമേരിക്കയുടെയും ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിൽ അവർ വരച്ചിട്ട ഒരു ഡ്രാഫ്റ്റ്, ആ ഡ്രാഫ്റ്റ് ഈ രണ്ട് വിഭാഗങ്ങളും അംഗീകരിക്കുന്നു എന്നത് മാത്രമാണ്. അപ്പോൾ പിന്നെ വെസ്റ്റ് ബാങ്ക് എവിടെ പോയി? പലസ്തീനിയൻസ് എന്ന് പറയുന്ന പലസ്തീനിയൻസിന് സിംഹഭാഗവും വെസ്റ്റ് ബാങ്കാണ്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള വെസ്റ്റ് ബാങ്കാണ്. അവിടെ ഇസ്രായേലിൻ്റെ ഒരു പോളിസിയുണ്ട്, അധിനിവേശ പോളിസി തന്നെയാണ്. വെസ്റ്റ് ബാങ്കിൻ്റെ കണ്ണായ സ്ഥലങ്ങളെല്ലാം ഇസ്രായേല് കീഴടക്കുന്നു. അപ്പോൾ അതേക്കുറിച്ച് ചർച്ചയില്ല. അപ്പോൾ അവിടുത്തെ പലസ്തീനിയൻസ്, അവിടെയും പാലസ്തീനിയൻസ് തന്നെയാണ്. അവിടെ ഫത്താ പാർട്ടിയാണ്, അൽ ഫത്താ പാർട്ടിയാണ്, മുഹമ്മദ് അബ്ബാസ് ആണ് പാലസ്തീനിയൻ അതോറിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ അവർ ഏതാണ്ട് പൂർണ്ണമായി ഇന്നോക്യസ് ആയി മാറിയിരിക്കുന്നു. അതുപോലെ ഇന്നോക്യസ് ആയി ഒരു ഗാസയാണോ പ്രതീക്ഷിക്കുന്നത്? പക്ഷേ അതാണ് ഇസ്രായേലിൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് പോസ്റ്റ് വാർ ഗാസ എന്ന് പറയുന്നത് പാലസ്തീനെ പൂർണ്ണമായി ഒരുമിച്ചെടുക്കാൻ തക്ക ഒരു സംവിധാനമായി വളർന്നില്ല എങ്കിൽ പാലസ്തീനിയൻ കോസ് വിസ്മരിക്കപ്പെടും. ഗാസ പ്രശ്നം ഭാരത്തോ പുറത്തോ സെറ്റപ്പാക്കി, പക്ഷേ പാലസ്തീനിയൻ വിഷയം, വിശാല പാലസ്തീനിയൻ വിഷയം അവിടെ തർക്ക വിഷയമായിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പവർ ഗെയിമാണ്. ചൈനയുടെയും റഷ്യയുടെയും വർദ്ധിച്ചു വരുന്ന, പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങൾക്കിടയിൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം എന്ത് വില കൊടുത്തും തടയേണ്ടത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആവശ്യമാണ്. അതിൽ ഏതാണ്ട് അവർ ജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം പൂർണ്ണമായ വിജയം ഇസ്രായേൽ ഉണ്ടായില്ല. കാരണം ഹമാസിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല, സമ്മതിക്കുന്നു. അവരുടെ മറ്റേ ലക്ഷ്യമായ ബന്ദികളെ മോചിപ്പിക്കുന്നു. അതൊരു കരാറിലൂടെ മാത്രമേ ഇപ്പോൾ മോചിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നത് ഇസ്രായേലിന്റെ മുഖം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. പക്ഷേ ഇസ്രായേൽ ആഗ്രഹിച്ച രീതിയിലാണ് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നടന്നത്. ഹമാസിനെ ദുർബലമാക്കാൻ കഴിഞ്ഞു. ഇനി വലിയ പോരാട്ട വീര്യമൊന്നും ഹമാസിൽ അവശേഷിക്കുന്നില്ല. പുതിയ റിക്രൂട്ട്മെന്റ് ഉണ്ട്, സമ്മതിക്കുന്നു. എങ്കിലും പഴയ ഹമാസ് ആയിരിക്കില്ല പുതിയ ഹമാസ്. 2, ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ശക്തിക്ഷയമുണ്ടായി. ഇനി ഹിസ്ബുള്ള ഒരു ആക്രമണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് മുമ്പേ 10 അല്ല 100 വട്ടം ആലോചിക്കും. അതിനേക്കാളും പ്രധാനമാണ് സിറിയയിൽ വന്ന ഭരണമാറ്റം. ആരും അറിയാതെ രാമായണമാണ് സംഭവിച്ചത്. അമേരിക്കയുടെ പ്രത്യേക പദ്ധതി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ബാഷർ അൽ അസദിനെ പിന്തള്ളിക്കൊണ്ട് അൽ ജുലാനി അവിടെ അധികാരമേറ്റെടുത്തു. ഇപ്പോൾ അൽ ജുലാനി നല്ല പിള്ളയായി. കൊടും ഭീകരനായി അമേരിക്ക തന്നെ പ്രഖ്യാപിച്ചിരുന്ന അൽ ജുലാനി ആൻഡ് HTS അവിടെ സിറിയയുടെ ഭാഗതയെ നിർണ്ണയിക്കുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം
കുറച്ചുകൂടി ഒരു മെലോ ഡൗൺ സിറിയയാണ് കാണുന്നത്. പക്ഷേ ആത്യന്തികമായി അൽ ജുനാലിയുടെ DNA വ്യത്യസ്തമായിരിക്കണം. കാരണം ഒരുപക്ഷെ ബാഷർ അൽ അസദ് തന്നെയാണ് ഇസ്രായേലിനെ കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം. അത് നമുക്കറിയില്ല. പക്ഷെ തൽക്കാലത്തേക്ക് ഒരു വിജയമായി ഇസ്രായേൽ കാണുന്നു സിറിയയിലെ അധികാര കൈമാറ്റം. ഇനി ഹൂതികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു പെയിൻ ഇൻ ദ നെക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ അത് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും കൂടെ ആവശ്യമാണ്. ചെങ്കടൽ മേഖല ഹൂതി വിമുക്തമാക്കി കപ്പലുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സുഗമമായ പാതയൊരുക്കുക എന്നത് അത് ലോകം തന്നെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് അവശേഷിക്കുന്നത് ഇറാൻ മാത്രമാണ്. ഇറാന്റെ 2 വേവ്സ് ഓഫ് ഏറിയൽ ബോംബാർഡ്മെന്റ് കാര്യമായ ഡാമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതൊരു വിപത്തായി നിൽക്കുന്നു. നേരത്തെ ജോസഫ് ആന്റണി സാർ സൂചിപ്പിച്ച ആണവ വിപത്ത് ലൂമിങ് വെരി ലാർജ്. ഇവിടെ ഒരു ഇരട്ട നീതി ഉണ്ട്. തീർച്ചയായും സമ്മതിക്കാം, ഇസ്രയേലിന് ആണവായുധങ്ങളാകാം. ലോകം അതേക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. ലോകം വിചാരിക്കുന്നത്, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകം വിചാരിക്കുന്നത്, ദീസ് ന്യൂക്ലിയർ വെപ്പൺസ് ആർ ഇൻ റെസ്പോൺസിബിൾ ഹാൻഡ്സ്. അതായത് ഇസ്രയേലിനെ പാശ്ചാത്യ ലോകത്തെ രാജ്യങ്ങളെ പോലെ തന്നെ റെസ്പോൺസിബിൾ എന്ന ഗണത്തിൽപ്പെടുന്നു. അവർ ഡിക്ലെയർഡ് പവേഴ്സ് അല്ല കേട്ടോ. പക്ഷേ മറുവശത്ത് ഇറാനും അൺഡിക്ലെയർഡ് പവറാണ്. ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ട് എന്ന് സ്ഥിരീകരണമില്ലെങ്കിൽ പോലും 90% സമ്പുഷ്ടമായ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള സാങ്കേതിക വിദ്യ അവരെ വികസിപ്പിച്ചെടുത്തു. പക്ഷെ അതേക്കുറിച്ച് ലോകം വലിയ തോതിൽ ആശങ്കപ്പെടുന്നു. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് തന്നെയാണ്. അതിൻ്റെ കാരണം ഇവിടെ ഒരു ഒരു ഇസ്ലാമിക ഒരു ഭരണകൂടം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു മത മേലധ്യക്ഷൻ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം അല്ലേ, അതായത് അലി ഖൊമൈനിയുടെ കൺട്രോളിലുള്ള ഒരു ഭരണകൂടത്തിൻ്റെ കയ്യിൽ എത്രത്തോളം സുരക്ഷിതമായിരിക്കും ആണവായുധങ്ങൾ എന്ന ഒരു ആദ്യ പാശ്ചാത്യ ലോകത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ആണവായുധങ്ങൾ ഇന്ത്യ ആണെങ്കിലും ഡിക്ലെയർ എന്ന് പറയാൻ പറ്റില്ല. അവർ നമ്മൾ ന്യൂക്ലിയർ സ്റ്റേറ്റസ് ഡിക്ലെയർ ചെയ്തത് 1998 അപ്പം നമുക്കൊരു ന്യൂക്ലിയർ ഡോക്ടർ എന്ന് പറയില്ലായിരുന്നു. 74 മുതൽ നമ്മൾ ആണവ രാജ്യം തന്നെയാണ്. പൊഖ്റാൻ 1 ബുദ്ധൻ ഒന്ന് ചിരിച്ചു പൊഖ്റാൻ മരുഭൂമിയിൽ 74. 98 വീണ്ടും ചിരിച്ചു ജോർജ് ഫെർണാണ്ടസ് ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ വാജ്പേയിയുടെ കാലത്ത്. അന്ന് ഒരു പോളിസി നമുക്കുണ്ടായി, വ്യക്തമായ പോളിസി. ഇസ്രായേലിന് ആ പോളിസി ഇല്ല, അതുപോലെ ഇറാനും ആ പോളിസി ഇല്ല. നമുക്കെന്താ പോളിസി? ഇന്ത്യയുടെ പോളിസി എന്താ? നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസിന് വേണ്ടിയാണ് ആയുധങ്ങൾ. ഒരുപക്ഷെ ഇറാനും പറയുന്നത് അതാണ്, പറയാതെ പറഞ്ഞു വെക്കുന്ന അതാണ്. ഡിറ്ററൻസ് ഇസ്രായേലിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഉള്ള ആണവമായ ആക്രമണത്തെ ഡിറ്റർ ചെയ്യുന്നതിന് തടയുന്നതിന് ഞങ്ങൾ ഇതാ കുറച്ച് ആണവായുധങ്ങൾ വെക്കുന്നു. ഇസ്രായേലും പറഞ്ഞത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആണവ വ്യാപനം, ഹൊറിസോണ്ടൽ പ്രോളിഫറേഷൻ ഒരിക്കലും അഭികാമ്യമായ ഒരു കാര്യമല്ല. പശ്ചിമേഷ്യയിൽ കൂടുതൽ രാജ്യങ്ങൾ ആണവമായി സംഘടിക്കുന്നത് ലോക സമാധാനത്തിന് ഒട്ടും ശരിയല്ല. കാരണം ഒരുപക്ഷെ ഈ യുദ്ധം കുറച്ചുകൂടെ മൂർധന്യത്തിലെത്തിയിരുന്നെങ്കിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കപ്പെടുന്ന ഒരു നിലയിൽ വരെ എത്താമായിരുന്നു എന്ന ഭീതി ഇപ്പോൾ ഭാഗികമായിട്ടെങ്കിലും ഒഴിഞ്ഞുപോയി എന്നതാണ് ഇതിനകത്തെ ഏറ്റവും ശുഭോദർക്കമായ കാര്യം.